പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം ചെയ്യേണ്ടതും മറന്നു പോകാതിരിക്കേണ്ടതുമായ ഒരു വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക എന്നത്. കാരണം നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല. നമ്മുടെ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധാലുവാണ് നമ്മുടെ ദൈവം. നാം ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി ഉത്കണ്ഠകളും ആകുലതകളുമൊക്കെ ആയിട്ടാണ് നാം അനുദിനം ജീവിക്കുന്നത്. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുവാനായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അതാണ് യേശു പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമുക്ക് ആഴത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നാം ആകുലതയും ഉത്കണ്ഠകളുമായി ഭാരം ചുമന്ന് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:33 തിരുവചനം പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ ദൈവത്തിന് അറിയാം. ദൈവം അതെല്ലാം നമുക്ക് നൽകുകയും ചെയ്യും. എന്നാൽ നാം ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ നീതിയുമാണ്. അപ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ പിതാവായ ദൈവം നമുക്ക് നൽകും. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുകയാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം. എങ്ങനെയാണ് നാം നമ്മുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കേണ്ടത്? എളിമയോടെ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടും യാചനയോടും കൂടെ കർത്താവിന് സമർപ്പിക്കണം. നമ്മുടെ അവസ്ഥകളെല്ലാം പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് നമുക്ക് തുറന്നു പറയണം. കർത്താവ് നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ആവശ്യങ്ങൾ നടത്തിത്തരികയും ചെയ്യും. എന്നാൽ നാം നമ്മുടെ ആവശ്യങ്ങളുടെ പട്ടിക നിരത്തുന്നതിന് മുമ്പായിട്ട് ദൈവം നമുക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങളെ ഓർക്കുകയും അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയുമാണ് ആദ്യം നാം ചെയ്യേണ്ടത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നാം പാത്രീഭൂതരായി മാറുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അതെന്നിൽ സംഭവിക്കട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത് തന്നെ പിതാവിനോട് അവിടുത്തെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടുത്തെ തിരുമനസ്സ് എന്താണോ സ്വർഗത്തിൽ വെച്ച് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതിനാൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ദൈവത്തിൽ ഏൽപ്പിക്കണം. കാരണം നമ്മുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.